നമസ്കാരം. അവസാനം അജിത് പവാറിന് തിരികെ ശരത് പവാറിൻ്റെ കീഴിൽ തന്നെ പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടും ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയവുമൊക്കെ BJP വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. NCPയുമായി ബന്ധപ്പെട്ടിട്ട് അജിത് പവാറിനെ കൂടെ കൂട്ടിയതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ അജിത് പവാർ BJPക്ക് വല്ലാത്തൊരു പ്രശ്നക്കാരനായി മാറുന്നുണ്ടോ എന്നുള്ള പ്രശ്നം കൂടി ഇപ്പോൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അജിത് പവാറിനെ തഴയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മഹാരാഷ്ട്രയിൽ അജിത് പവാർ NCPയുമായുള്ള സഖ്യം അത് BJP ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണങ്ങളിലൊന്ന് അജിത് പവാറിൻ്റെ പാർട്ടിയുമായിട്ടുള്ള സഖ്യമാണ് എന്ന് കുറ്റപ്പെടുത്തുന്ന RSS അല്ലെങ്കിൽ RSSൻ്റെ മുഖപത്രത്തിലെ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള പുതിയൊരു അഭ്യൂഹം ഉണ്ടാകുന്നത്. ഔദ്യോഗിക പേരവും ചിഹ്നവുമുള്ള NCPയെ ഒഴിവാക്കി ഷിൻഡെ ശിവസേനയ്ക്കൊപ്പം തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചന. NCPയെ പുലർത്തി അജിത് പവാറിനൊപ്പം മത്സരിച്ചതിൽ RSSന് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് വിവരം. ശരത് പവാർ വിരുദ്ധതയാണ് മഹാരാഷ്ട്രയിലെ BJP അണികളുടെ പ്രധാന രാഷ്ട്രീയമെന്ന് പറയപ്പെടുന്നത്. മഹാരാഷ്ട്ര കോർപ്പറേറ്റീവ് ബാങ്ക് ജലസേചന അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അജിത് പവാറിനെതിരെയും അണികൾക്കിടയിൽ വികാരമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അജിത്തുമായി കൈകോർത്തതോടെ പവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് വീര്യം കുറഞ്ഞു. ഈ വികാരത്തിൻ്റെ മുറിവിൽ ഉപ്പുതേക്കുന്നതായിരുന്നു മഹായുതി സർക്കാരിൽ ഈ അജിത്തിനെ ഉപമുഖ്യമന്ത്രിയാക്കിയ നടപടിയെന്ന് മുതിർന്ന BJP നേതാവ് അടക്കം അതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCP സ്ഥാനാർത്ഥികൾക്കായിട്ട് പ്രചരണത്തിനിറങ്ങാൻ RSS BJP കേഡറുകൾക്കിടയിൽ വിമുഖത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഫലമാണ് 2019 23 അപേക്ഷിച്ച് 9 BJPയുടെ സീറ്റ് നില കുത്തനെ ഇടിഞ്ഞത് എന്നുകൂടി തന്നെയാണ് BJP നേതാക്കളുടെ വിലയിരുത്തൽ. അജിത് പവാറുമായിട്ടുള്ള സഖ്യം BJPയുടെ ബ്രാൻഡ് മൂല്യം ഇടിച്ചു എന്നും യാതൊരു വ്യത്യാസവുമില്ലാതെ മറ്റൊരു പാർട്ടി മാത്രമായി BJPയെ ചുരുക്കിയെന്നും ഓർഗനൈസറുടെ ലേഖനത്തിൽ രത്തൻ ശർദ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അജിത് പവാറിനെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കാത്ത തരത്തിലായിരിക്കും സഖ്യം ഉപേക്ഷിക്കുക. അജിത്ത് ഒരു ബാധ്യതയാണ് എന്നാണ് ഫലം സൂചിപ്പിക്കുന്നത്. അതിനാൽ സഖ്യത്തെക്കുറിച്ച് പുനർവിചിന്തനം വേണമെന്നും മറ്റൊരു നേതാവ് ആവശ്യപ്പെടുന്നുണ്ട്. അജിത്തിനെ പോലെ കോടികൾ അഴിമതി നടത്തിയിട്ടുള്ള ഒരാളെ, ആ അജിത് പവാറിനെ BJPക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഫട്നാവിസ് അടക്കമുള്ളവർ അതിന് കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. മാത്രമല്ല, ഉദ്ധവ് താക്കറെ അടക്കമുള്ളവരെയും ഷിൻഡെയെയും മാറ്റി നിർത്തിക്കൊണ്ട് ശിവസേനയെ രണ്ടായി പുലർത്താൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നും ഈ ഫട്നാവിസ് പറയേണ്ടതുണ്ട്. ഫട്നാവിസിൻ്റെ എന്ത് തീരുമാനമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത്? എവിടെയാണ് വിജയം നേടിയിട്ടുള്ളത് ഫട്നാവിസിൻ്റെ തീരുമാനത്തിലൂടെ? ഇതൊക്കെ ഇപ്പോൾ BJPയും RSSുമൊക്കെ വല്ലാതെ തലപുകഞ്ഞാലോചിക്കുന്നുണ്ട്. അജിത് പവാറിനെ പോലൊരു അഴിമതിക്കാരനെ കൂടെ കൂട്ടുപിടിച്ചത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ എന്നുള്ളത്. അതായത് അജിത് പവാറിനെ പോലെ ഇത്രയും അഴിമതിക്കാരനായ ഒരാളെ BJPയോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയത് BJPയുടെ അണികൾക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെയാണ് 40ഓളം വരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അജിത് പവാറിനെ മാറ്റി, അജിത് പവാർ ഒരു ബാധ്യതയാകുന്നു എന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അജിത് പവാറിനെ മാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഷിൻഡെ വിഭാഗവുമായി ചേർന്ന് നിന്നുകൊണ്ട്, ശിവസേനയുടെ ഷിൻഡെ വിഭാഗവുമായി ചേർന്ന് നിന്നുകൊണ്ട് BJP അവിടെ ഭരണ നേട്ടം കൊയ്യുന്നതിനുള്ള ശ്രമം നടത്തുമെന്നുള്ളതാണ്. അജിത് പവാറിനെ ഒഴിവാക്കുന്നു. അജിത് പവാറിൻ്റെ NCP എന്ന് പറയപ്പെടുന്ന ഇത് എങ്ങോട്ട് പോകും? ശരത് പവാറിലേക്ക് തന്നെയായിരിക്കും മടക്കം എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് സംഭവിക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം അജിത് പവാറിനോടൊപ്പം എത്തിയതിൽ ഏകദേശം 7ഓളം പേർ BJPയിലേക്ക് ചേരുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, അജിത് പവാറിനോടൊപ്പം നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതുന്ന അവർ സ്വാഭാവികമായിട്ടുള്ള പിന്തുണയ്ക്ക് പകരം BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ ചേരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം ഇനിയുള്ള ബാക്കിയുള്ളവർ എന്ന് പറയപ്പെടുന്നത് ശരത് പവാർ വിഭാഗത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയുമുണ്ട്. അജിത് പവാർ വനവാസത്തിലേക്ക്, രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുവാനോ NCPയിലേക്ക് മടങ്ങിച്ചെല്ലുവാനോ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം, പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ BJPയിലും നിൽക്കാൻ കഴിയില്ല, NCPയിലേക്കും പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ അജിത് പവാറിൻ്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.